ഹലോ കൂട്ടുകാരെ, മഴത്തോരു മുംബൈ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന കഥയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ അലീനയുടെ പപ്പയുടെ സഹോദരിയാണ് ഷെറിൻ എന്ന സത്യം ഗ്രേസമ്മയും മാമച്ചനും രേവതിക്കുട്ടിയും മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇതറിഞ്ഞതോടെ അവർ വല്ലാത്ത സന്തോഷത്തിലാണ്. ജോമോന്റെ കുഞ്ഞിലേക്കുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അലീന ഉള്ളതുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ എളുപ്പം കണ്ടെത്താമെന്ന് അവരും കരുതി. എന്നാൽ ഈ വിവരങ്ങളൊന്നും രേവതിക്കുട്ടി അലീനയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അധികം വൈകാതെ രേവതിക്കുട്ടി തന്നെ ഫോൺ എടുത്ത് അലീനയെ വിളിച്ച് ഈ വിവരങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം അറിഞ്ഞപ്പോൾ ആദ്യം ഒരു അന്താളിപ്പാണ് അലീനയ്ക്ക് തോന്നിയത്. രേവതിക്കുട്ടി പറഞ്ഞ വിവരങ്ങളും ഔതുക്കുട്ടിച്ചായൻ തന്റെ മക്കളെ പറ്റി പറഞ്ഞ വിവരങ്ങളും ഒത്തു നോക്കിയപ്പോൾ അതെല്ലാം ശരിയാണെന്ന് അലീനയ്ക്കും തോന്നി. പിന്നെ കാണിക്കുന്നത് സ്റ്റാൻലിയാണ്. സ്റ്റാൻലി ഔതുക്കുട്ടിച്ചായനും കൂടി തോട്ടത്തിലേക്ക് പോയി വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു. വഴിയിൽ വെച്ച് ഔതുക്കുട്ടിച്ചായൻ ചോദിക്കുന്നുണ്ട്, നീ ഇനി ഓഫീസിലേക്ക് വരുമ്പോൾ അലീനയെ കൂടി കൂട്ടിക്കൊണ്ടു വരണം. ഇതിന്റെ നടത്തിപ്പൊക്കെ അവളും കൂടി ഒന്ന് കണ്ടുപിടിക്കട്ടെ. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്നാ ചെയ്യാനാ? എടാ, നിനക്ക് വല്ല വയ്യാകിയ വരുമ്പോൾ അവൾ വേണ്ടേ ഇതൊക്കെ നോക്കി നടത്താൻ? അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നും വരില്ല. 1 വർഷത്തിനുള്ളിൽ ഞാൻ അവളുടെ കല്യാണം നടത്തും. അവൾ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി ജീവിക്കേണ്ടവളാ. അതിനിടയിൽ ഇവിടുത്തെ റബ്ബർ തോട്ടം നോക്കേണ്ട കാര്യം എന്താ? ഇത് കേട്ട് അവളുടെ കുട്ടിച്ചായനൊന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ. നീ എന്താ ഇപ്പോൾ പറഞ്ഞേ? 1 കൊല്ലത്തിനുള്ളിൽ അവളെ കല്യാണം കഴിച്ചു വിടുന്നോ? പുറന്നറിഞ്ഞ് നിൽക്കുമെന്നല്ലോ. വയസ്സ് 24 അവൾ കുറച്ചു കാലം കൂടി ഇവിടെ നിൽക്കട്ടടാ. എന്തിനാ അപ്പ ചവച്ച് താമസിപ്പിക്കുന്നത്? അവളിപ്പോൾ പഠിക്കുന്നില്ല, ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നുമില്ല. അവൾക്കുള്ള സ്ത്രീധനത്തുക കണ്ടുപിടിക്കാൻ കാലതാമസവുമില്ല. പിന്നെ എന്തിനു വേണ്ടിയാ സമയം പാഴാക്കുന്നത്? 24 വയസ്സ് കല്യാണപ്രായം തന്നെയാ. എടാ, എന്നാലും 1 കൊല്ലം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്നങ്ങ് പോവും. അവൾക്ക് നമ്മുടെ കൂടെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല ഇതുവരെ. ഇത് കേട്ട് സ്റ്റാൻലിക്ക് ചെറുതായിട്ട് ദേഷ്യം വരാൻ തുടങ്ങി. അപ്പച്ചൻ്റെ എന്നതാ ഈ പറയുന്നേ? ആരുടെ കൊതി തീർന്നില്ലെന്നാ? അലീനയുടേതോ അതോ അപ്പച്ചൻ്റെതോ? ലലിച്ച, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും 1 കൊല്ലത്തിനകം അവളെ കെട്ടിച്ചു വിടാൻ ഞാൻ സമ്മതിക്കത്തില്ല. ആഹാ, അത് ശരി. എൻ്റെ മോളുടെ കല്യാണം നടത്താൻ അപ്പച്ചൻ്റെ സമ്മതം ആർക്ക് വേണം അപ്പച്ച? അപ്പോൾ അത് കുടിച്ചാൻ പറയുന്നുണ്ട്, എൻ്റെ സമ്മതം വേണ്ടായിരിക്കാം, പക്ഷേ അവളുടെ സമ്മതം വേണമല്ലോ. ഞാൻ അവളോട് പറയും 2 കൊല്ലം കഴിയാതെ കല്യാണത്തിന് സമ്മതം മൂളരുതെന്ന്. നിനക്ക് പലതരത്തിലുള്ള കുഴപ്പങ്ങളുണ്ടെന്ന് അവൾക്ക് ഇപ്പോഴേ നന്നായിട്ടറിയാം. അതുകൊണ്ട് അവൾ ഞാൻ പറയുന്നതേ കേൾക്കത്തുള്ളൂ. സ്റ്റാൻലിക്ക് ആകെ ദേഷ്യം വരാൻ തുടങ്ങി. അയാൾ പറയുകയാണ്, അപ്പച്ചനെ ഇന്ന് തന്നെ പുനലൂർക്ക് വിട്ടോ. ഞാൻ ബൈജുനോട് പറഞ്ഞേക്കാം അപ്പച്ചനെ കൊണ്ടുവിടാൻ. ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല. അല്ലേലും എനിക്കല്ലല്ലോ അപ്പച്ചനെ സംരക്ഷിക്കേണ്ട ചുമതല. ഇളയ മോനൊരുത്തനുണ്ടല്ലോ, റോബിച്ചൻ. അവൻ്റെ കടമയൊന്നും ഞാൻ ചെയ്യേണ്ട കാര്യമില്ല. പെട്ടെന്ന് ഔതുക്കുട്ടിച്ചായും പറയുന്നുണ്ട്, നീ വണ്ടിയൊന്ന് നിർത്തിക്കേ. എന്തിന്? വണ്ടി നിർത്താനല്ലടാ പറഞ്ഞത്. സ്റ്റാൻലി മെല്ലെ വണ്ടി സൈഡിലേക്കൊന്ന് ഒതുക്കി. ഔതുക്കുട്ടിച്ചായൻ പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി. എന്നിട്ട് സ്റ്റാൻലിയുടെ മുഖത്ത് നോക്കി പറയുക, നീ ആരാന്നടാ നിന്റെ വിചാരം? നീ എന്നാ അത്ര വലിയ കേണലായത്? എൻ്റെ മടിയിൽ കിടന്ന് അപ്പിടുകയും മൂത്രമൊക്കെയും ചെയ്തവനല്ലടാ നീ. എന്നിട്ടിപ്പോൾ എൻ്റെ മര്യാദ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. അതിന് മാത്രം നീ വളർന്നിട്ടില്ല ലാലിച്ച. അതും പറഞ്ഞുകൊണ്ട് ഔതുക്കുട്ടിച്ചായൻ തിരിഞ്ഞു നടന്നു. അല്പം സമയം അനങ്ങാതിരുന്നുകൊണ്ട് സ്റ്റാൻലി ജീപ്പ് എടുത്ത് ഔതുക്കുട്ടിച്ചായൻ്റെ അടുത്തെത്തി. എന്നിട്ട് പറയുക, അപ്പച്ച വണ്ടിയിലോട്ട് കയറിയേ. നിനക്ക് എന്നു മുതലാടാ ഈ വണ്ടിയും കിണ്ടിയൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയത്? അതിനൊക്കെ മുമ്പേ നല്ല അന്തസ്സായി ജീവിച്ചവനാ ഈ ഔതക്കുട്ടിച്ചായൻ. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, അപ്പച്ചൻ കയറുന്നുണ്ടോ? ഇല്ലെന്നല്ലടാ പറഞ്ഞത്. നീ നിന്റെ പാട്ടിന് പോ. അത് കേട്ട് ദേഷ്യം വന്ന് സ്റ്റാൻലി ജീപ്പ് ഓടിച്ചങ്ങ് പോയി. വളവുകൾക്കപ്പുറം ജീപ്പ് മറയുന്നത് നോക്കി ഔതക്കുട്ടിച്ചായൻ അങ്ങ് നടന്നു. ഏകദേശം 1 മീറ്ററോളം നടന്ന് ഒരു പാലത്തിലെത്തിയപ്പോൾ ജീപ്പ് അവിടെ നിർത്തിയിരിക്കുന്നത് കണ്ടു. സ്റ്റാൻലി ബോണറ്റിൽ ചാരി നിൽപ്പുണ്ട്. ഔതക്കുട്ടിച്ചായനെ കണ്ടതും സ്റ്റാൻലി ചോദിക്കുകയാണ്, പുനലൂർ വരെ നടക്കാനാണോ പ്ലാൻ? അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, അത് ഞാൻ തീരുമാനിച്ചിട്ടില്ല. എന്താ? ഔതക്കുട്ടിച്ചായൻ പിണക്കത്തിൽ തന്നെയാണെന്ന് സ്റ്റാൻലിക്ക് മനസ്സിലായി. ദേ അപ്പച്ച, വണ്ടിയിലോട്ട് കയറിയേ. രണ്ടാമത് എന്നെ കൊണ്ട് പറയിക്കരുത്. നടന്ന ക്ഷീണിതനായതുകൊണ്ട് തന്നെ ഔതക്കുട്ടിച്ചായൻ അധികം ബലം പിടിക്കാൻ നിന്നില്ല. വേഗം പോയി ജീപ്പിൻ്റെ ഫ്രണ്ട് സീറ്റ് കയറിയിരുന്നു. എന്നാലും ഗൗരവഭാവം ഒട്ടും വിട്ടിട്ടില്ല കേട്ടോ. സ്റ്റാൻലി ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിക്കാൻ തുടങ്ങി. പോകുന്നതിനിടയിൽ സ്റ്റാൻലി പറയുന്നുണ്ട്, അലീനയുടെ അപ്പൻ എന്ന നിലയിൽ എനിക്ക് ചില അവകാശങ്ങളൊക്കെയുണ്ട്. അപ്പച്ചൻ ദയവ് ചെയ്ത് അതിൽ കൈ കടത്തരുത്. ആഹാ, അത് കൊള്ളാലോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു അവകാശം എനിക്ക് നിന്റെ മേലും ഉണ്ടല്ലോ. നിന്റെ അപ്പനല്ലട ഞാൻ. അപ്പച്ച, എന്നോട് വഴക്കിന് വരണ്ട. അവളുടെ വിവാഹക്കാര്യമൊക്കെ ഞാൻ തന്നെ തീരുമാനിക്കും. അതിനിടയിൽ അപ്പച്ചൻ കയറി പാര വെക്കരുത്. ഞാനൊന്നും ചെയ്യുന്നില്ല, പക്ഷെ അവൾ സമ്മതിച്ചിട്ട് വേണ്ടേ? അങ്ങനെ സമ്മതിക്കാണ്ടിരിക്കേണ്ട കാര്യം അവൾക്കില്ലല്ലോ. അത്രയും നല്ലൊരു ഭർത്താവിനെ മാത്രമേ ഞാൻ അവൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കൂ. ലാലിച്ച, നീ കരുതുന്ന പോലെയല്ല. അവൾക്ക് അവളുടേതായ ചില ഇഷ്ടങ്ങളൊക്കെയുണ്ട്. ഇത് കേട്ടപ്പോൾ സ്റ്റാൻലി ഒന്ന് ഞെട്ടി. അപ്പച്ചൻ എന്തേ പറയുന്നേ? എന്തിഷ്ടങ്ങൾ? അപ്പച്ചനൊന്ന് തെളിച്ച് പറ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടാ,
കഴിഞ്ഞ ദിവസം ഇവിടേക്ക് ഒരു ചെറുക്കൻ വന്നില്ലേ, പാലായിൽ നിന്ന് അവളെ കാണാനായിട്ട്. അവർ തമ്മിൽ ഇഷ്ടമാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അത് ശരി, അപ്പച്ചനങ്ങനെ മനസ്സിലായി അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്? ആ, അതൊക്കെ എനിക്കറിയാം. അവൻ അവളോട് വലിയ ഇഷ്ടമാണ്. കല്യാണം കഴിക്കാനുള്ള ആലോചനയുണ്ട്. ആഹാ, അത് കൊള്ളാലോ. ആ പലീനയ്ക്കോ? ഞാൻ അവളോടും ചോദിച്ചു, അവൾക്കും ഇഷ്ടമാണെന്നാണ് എന്നോട് പറഞ്ഞത്. സ്റ്റാൻലി അത് കേട്ട് അല്പനിമിഷം ഒന്നും മിണ്ടാതിരുന്നു. അത് കഴിഞ്ഞ് സ്റ്റാൻലി പറയുകയാണ്, ആ, അത് സാരമില്ല, അവളെ ആർക്കായാലും ഇഷ്ടപ്പെടും. തിരിച്ച് അവൾക്കും ഒരു ഇഷ്ടം തോന്നിയേക്കാം. അതൊക്കെ സ്വാഭാവികമല്ലേ, അതും ഈ പ്രായത്തിൽ. അപ്പോൾ അവതക്കുട്ടിച്ചായം പറയുന്നുണ്ട്, ലാലിച്ച, നീ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരമല്ല കാര്യങ്ങൾ. അവളുടെ മനസ്സിൽ അവന് വലിയ സ്ഥാനമുണ്ട്. അവനെ വലിയ കാര്യം അവൾക്ക്. അവൾ ആ പാലാ വീട്ടിലെ ജോലിക്കാരിയായിരുന്ന സമയത്ത് അവൻ ഒത്തിരി സഹായിച്ചിട്ടുണ്ടെന്നാണ് അവൾ പറഞ്ഞത്. ഇത് കേട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, ഓ, അത്രേ ഉള്ളൂ. അവനും എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നമുക്കങ്ങ് ചെയ്തു കൊടുത്തേക്കാം. അങ്ങനെയല്ല ലാലിച്ച, സമ്പത്ത് കാലത്ത് സഹായിച്ചവരെ ചിലപ്പോൾ നമ്മൾ മറന്നുപോയേക്കും. പക്ഷേ ഒരാപത്ത് കാലത്ത് സഹായിച്ചവരെ മറക്കാൻ മനസ്സാക്ഷിയുള്ളവർക്ക് പറ്റത്തില്ല. അതിൻ്റെ വില മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റിയൊന്നും വരില്ല. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, അവനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് അലീന അപ്പച്ചനോട് പറഞ്ഞോ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. പക്ഷേ കല്യാണം കഴിക്കേണ്ട സമയം വരുമ്പോൾ അവനായിരിക്കും അവളുടെ മനസ്സിൽ. നമുക്കത് പറ്റത്തില്ലെന്ന് അപ്പച്ചൻ അവളോട് പറഞ്ഞില്ലേ? ഞാൻ എനിക്ക് പറ്റാവുന്ന രീതിയിൽ അവളോട് പറഞ്ഞു നോക്കി. നമ്മൾ ക്രിസ്ത്യാനികളാണെന്നും നമുക്കങ്ങനെ അമ്മയുടെ ആങ്ങളയുടെ മോനെ കല്യാണം കഴിക്കാൻ സാധിക്കില്ലെന്നും ഒക്കെ ഞാൻ പറഞ്ഞു നോക്കി. അത് കേട്ട് അവൾ എന്താ പറഞ്ഞേ? ആ, അതാ രസം. ഞാനും നീയൊന്നും ക്രിസ്ത്യാനികളേ അല്ല എന്നാണ് അവളുടെ അഭിപ്രായം. ഇത് കേട്ട് സ്റ്റാൻലി പറയുകയാണ്, അവൾക്ക് എന്തോ കാര്യമായിട്ടുള്ള കുഴപ്പമുണ്ട്. അപ്പച്ചൻ അങ്ങനെ തോന്നിയില്ലേ? ഒരു ദിവസം അവൾ എന്നോട് തർക്കത്തിന് വന്നു. ഞാൻ ഈ തോട്ടത്തിൽ ചെക്ക് ഡാം പണിത് ശരിയായില്ലെന്ന്, തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നില്ലെന്ന്. ഇതൊക്കെ അവളുടെ ആരോപണങ്ങളാണ്. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതെല്ലാം അങ്ങനെ പാവപ്പെട്ടവർക്കൊക്കെ വാരിക്കോരി കൊടുക്കാൻ പറ്റുമോ? അവൾ ഏത് ലോകത്തായി ജീവിക്കുന്നത്? അപ്പോൾ അവതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, നീ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്നാ പറയാനാ? അവൾ ഇത്രയും കാലം ഒരു അനാഥാലയത്തിലല്ലേ ജീവിച്ചേ? അതിൻ്റെ കുഴപ്പങ്ങളാ. ഒരുപാട് കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ കണ്ടും കേട്ടും അനുഭവിച്ചല്ലേ അവൾ വളർന്നത്. അപ്പച്ചാ, അതൊക്കെ കഴിഞ്ഞില്ലേ? ഇപ്പം സുഖമല്ലേ അവൾക്ക്? പിന്നെന്തിനാ പഴയ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? അത് വിട്ടേക്കണം. നീ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷേ അവൾ പറയുന്നത് കേൾക്കുമ്പോൾ തോന്നും അവൾ പറയുന്നത് മാത്രമാണ് ശരിയെന്ന്. തിരിച്ചൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, എന്തൊക്കെയായാലും അവളുടെ കല്യാണ കാര്യത്തിൽ ഞാൻ തന്നെ തീരുമാനം എടുക്കും അപ്പച്ച. പാലക്കാരനായിട്ടുള്ള ബന്ധം എന്തായാലും ഞാൻ സമ്മതിക്കത്തില്ല, പ്രത്യേകിച്ച് ആ കുടുംബത്തിൽ നിന്നും. അതിന് ഏതറ്റം വരെ പോകാനും ഞാൻ റെഡിയാണ്. അപ്പച്ചന് പറ്റുമെങ്കിൽ പലപ്പോഴായിട്ട് നയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുക അവളെ. ആ ഒരിഷ്ടം നടക്കത്തില്ലെന്ന് അവളെ ബോധ്യപ്പെടുത്തി കൊടുക്ക്. ഇത് കേട്ട് അവതക്കുട്ടിച്ചായം പറയുന്നുണ്ട്, ആ, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാനും ചെയ്യാം. മഴത്തോരു മുംബൈ സീരിയലിൽ ഇനി വരാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തുടർന്നുള്ള കഥയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്